ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ എപ്പിസോഡ് ലാലേട്ടൻ വന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് പകുതിയോളമായി ഇപ്പോഴും ഒരേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ഞാൻ വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു, എന്നാലും അവർ ഒരേ ടൈപ്പ് പ്രോബ്ലംസ് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അവരെ ഒന്ന് കളിപ്പിക്കാം, ഇപ്രാവശ്യം അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രൈഡേ നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഷാനവാസിനെയും റെനനെയും ജയിലിലേക്ക് വിടാൻ സമയമായി എന്ന് പറയുന്നു. എന്നിട്ട് ജയിൽ ടാസ്ക് ആയിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന് ഒരു പ്രേമലേഖനം എഴുതുക എന്നതായിരുന്നു. 100 പ്രേമലേഖനം എഴുതണമായിരുന്നു. അതിന് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ലഞ്ച് വരുന്നതാണ്. എല്ലാവർക്കും ബിരിയാണി വന്നു, ജയിലിലുള്ളവർക്കും ബിരിയാണി തന്നെയാണ്. പിന്നെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോയിൻ അതും പിന്നെ കാണിക്കുന്നത് നൈറ്റാണ്. നൈറ്റ് അനുമോൾ, ആദില, നൂറ അവർ സംസാരിക്കുന്നതാണ്. അവർ സംസാരിക്കാൻ ലക്ഷ്മി അത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും ഇപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എങ്ങനെ ലക്ഷ്മി ഇവിടെ തുടരും എന്ന് ഞാൻ കരുതി. പക്ഷേ എന്നിട്ട് എന്താ ഉണ്ടായത്? ഒറ്റപ്പെടുത്തിയില്ലല്ലോ ലക്ഷ്മിനെ ആരും. എല്ലാവരും സംസാരിച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവരും സംസാരിച്ചല്ലോ. പിന്നെ ഷാനവാസ് ഖാനെ മാത്രം എന്തിനും ഒറ്റപ്പെടുത്തേണ്ട ആവശ്യം? അവർക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മൾ ഷാനവാസ് ഖാനെ ഒറ്റപ്പെടുത്തണം എന്നതാണ് എന്നൊക്കെ സംസാരിക്കുകയായിരുന്നു. എന്തിന് ഷാനവാസ് ഖാനെ നമ്മൾ ഒറ്റപ്പെടുത്തണം? എല്ലാവരും കൂടെ ഷാനവാസ് ഖാനെ ഒറ്റപ്പെടുത്തണം. അതിനാണ് അവർ കളിക്കുന്നത്. അക്ബറിന് ഓൾറെഡി ഷാനവാസ് ഖാനായിട്ട് പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മളും അതുപോലെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മളോടും ദേഷ്യമുണ്ട്, ഷാനവാസ് ഖാനോടും മിണ്ടുന്നത് കൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ വന്നിട്ട് ഫസ്റ്റിനെ ചോദിക്കുന്നത് എന്താണ് അക്ബർ, അനീഷ് നിങ്ങളുടെ പവർ ഒന്നും കിട്ടിയില്ല അല്ലേ? അതായത് നോമിനേഷൻ പവറും അക്ബറുടെ ക്യാപ്റ്റൻസി പവറും ഒന്നും കിട്ടിയില്ല അല്ലേ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ലാലേട്ട, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക്കാണ് അവർക്ക് കൊടുക്കുന്നത്. ഓർമ്മ ശബ്ദം എന്നായിരുന്നു. കുറച്ച് ശബ്ദങ്ങൾ കേൾപ്പിക്കും ഓർഡർ അനുസരിച്ച്. ആ ഓർഡർ അനുസരിച്ച് പിന്നെ പിന്നെ അതിൽ നിന്ന് കുറച്ച് സൗണ്ടുകൾ കളക്ട് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുക്കും. പക്ഷേ കേൾപ്പിച്ച സൗണ്ടുകൾക്ക് അനുസരിച്ച് കറക്റ്റായി വെക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ആ ടാസ്കിൽ അക്ബറാണ് വിജയിച്ചത്. അപ്പോൾ അക്ബറിൻ്റെ ക്യാപ്റ്റൻസിയിലേക്കുള്ള പവർ കിട്ടി, അനീഷിന് പവർ കിട്ടിയില്ല. അനീഷ് തോക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് പിന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ലിവിങ് റൂമിലേക്ക് അവർ രണ്ടുപേരും വന്ന് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് തോറ്റത് എന്തുകൊണ്ടാണ് കറക്റ്റായി ചെയ്യാൻ പറ്റാത്തത്? അതായത് അക്ബറിൻ്റെ 4 ശരിയായിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അത് ലാലേട്ട പറ്റണില്ല, ഓർമ്മയിൽ നിന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് തലച്ചൂട് പിടിച്ചിരിക്കുകയാണ്, എപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ ഇതായി കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഒന്നിലും മൈൻഡ് ഒന്നും നിൽക്കാത്തത്, കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറൊരു കളി കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയും എല്ലാവരോടും ആൻസർ പറയിപ്പിക്കുകയും ഒരു ഫണ്ണി ടൈപ്പ് ഒരു ടാസ്കും കൂടെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്തതായി ചോദിച്ചത് ഹോട്ടൽ ടാസ്കിനെ കുറിച്ചാണ്. ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് ചോദിച്ചത് ഫസ്റ്റിന് ആദിലയോടാണ്. ഓണറിൻ്റെ മോള് എങ്ങനെ ഉണ്ടായിരുന്നു, ഉപ്പൊക്കെ വാരിയിടുന്ന കണ്ടല്ലോ. അതായത് സ്വന്തം ഹോട്ടലിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഫുഡിൽ ഹോട്ടലിൻ്റെ ഓണർ തന്നെ ഉപ്പ് വാരിയിട്ട്, ഞാനാണ് ഷെഫെങ്കിൽ അതേ ഉപ്പ് വാരിയിട്ട് ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ, കാരണം ഓണർ തന്നെ ചെയ്തതാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞു അത് കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗസ്റ്റിനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്, കുറച്ച് പനീറല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അതിലെ മറുപടി പറഞ്ഞ്. അപ്പം സ്വന്തം ഹോട്ടൽ ഇതാവണമെന്ന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഓണർ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ സബ്മോനോട് ചോദിച്ചത് എന്തായി, പവറൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതായിട്ട് നിന്നാലും പവറൊക്കെ ഇവിടെ അപ്പോൾ സബ്മോൻ അതാണ് ലാലേട്ട, ആ പവറൊക്കെ എന്തേ, ഞാൻ എല്ലാവർക്കും കൊടുത്തു പക്ഷെ ആർക്കും അത് യൂസ് ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചത് അനുമോളോടാണ്. അനുമോളെ എന്താ ഒരു സങ്കടം, ഗസ്റ്റൊക്കെ വന്നിട്ട് എന്തോ ഒരു വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആക്കിയെന്ന് പറഞ്ഞപ്പം ലാലേട്ട ഗസ്റ്റ് വന്നിട്ട്, അതായത് ഷിയാസ് വന്നിട്ട് എൻ്റെ പാവ പ്ലാഞ്ചീനെ എടുത്ത് എറിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ എന്തിനാണ് പാവനെ കൊടുത്തത്, ഗസ്റ്റ് അല്ലേ വന്നിരിക്കുന്നത്, നിങ്ങളവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യണവരാണ്, ജോലി
ജോലി ചെയ്യണവരുടെ അടുത്ത് പാവുണ്ടെന്ന് ഗസ്റ്റിന് എങ്ങനെ അറിഞ്ഞു? ഗസ്റ്റ് ചോദിച്ചത് നിങ്ങൾ എന്തിനു കൊടുക്കേണ്ട ആവശ്യം? ഒരു ഗസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഗസ്റ്റിൻ്റെ രീതിയിൽ ഇതാക്കിയാൽ പോരെ. നിങ്ങളപ്പോൾ ടാസ്ക് മറന്നിട്ട് അവിടുത്തെ ഹൗസ് മേറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ പെരുമാറിയത്, ഹോട്ടൽ ടാസ്ക് ആണെന്നുള്ളത് നിങ്ങൾ മറന്നു എന്നുള്ള രീതിയിലേക്ക് ലാലേട്ടൻ പറഞ്ഞു. പിന്നീട് അനീഷിനോടാണ് ലാലേട്ടൻ ചോദിച്ചത്, എന്താണ് അനീഷ് ഒരു സ്റ്റാർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു, അത് ഞാൻ എൻ്റെ വർക്ക് എത്ര ചെയ്തിട്ടും അവർ സ്റ്റാർ തന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നമാക്കിയത് ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, സ്റ്റാർ വാങ്ങിച്ചെടുക്കുക, അതിനുള്ള കഴിവ് നിങ്ങൾ കാണിക്കാമെന്നല്ലാണ്ട് ഇങ്ങനെ പ്രശ്നമാക്കണോ വേണ്ടത്? ഇപ്പോൾ ഷാനവാസാണെങ്കിലും ഗസ്റ്റ് ഒരു വർക്ക് പറഞ്ഞപ്പോൾ ഞാൻ യൂണിഫോം ഇട്ട് വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു വഴക്കുണ്ടാക്കുന്നതിലും ഭേദം പോയി യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് അത് മടക്കി കൊടുക്കുക. ഒരു ടാസ്കിനെ ഫണ്ണി ആയിട്ട് എടുക്കാതെ നിങ്ങളൊക്കെ പേഴ്സണലായി എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടു. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു, ഒരു ഗെയിം തരുന്നത് നിങ്ങളുടെ ക്ഷമാശക്തിയെയും വിൽ പവറിനെയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്യാൻ പലരും വരും, പല കാര്യങ്ങളും ചെയ്യും, പക്ഷെ അതിലൊക്കെ പിടിച്ചു നിൽക്കുക, അതിൽ നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഗെയിം തരുന്നത് എന്നൊക്കെ പറഞ്ഞ്. അതായിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഗസ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നത്, എന്നിട്ട് വേറൊരു ഗസ്റ്റ് വന്നപ്പോൾ ആ ഗസ്റ്റിൻ്റെ സാരി തുമ്പിൽ പിടിച്ച് നടക്കുമായിരുന്നല്ലോ, ഗസ്റ്റാണെന്ന് മറന്നു എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആര്യം പറയണേ, അത് പിന്നെ ലാലേട്ടൻ ഓണറുടെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോട്ടലിൽ ഏത് ഗസ്റ്റ് വന്നാലും അവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അവർക്ക് മര്യാദ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അത് പറഞ്ഞിട്ട് താങ്കളൊരു ഗസ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അവൾ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ്, എനിക്ക് ഈ ഹോട്ടലിൻ്റെ മേലെയുടെ ഒരു കണ്ണ്, മീൻസ് അവളുടെ കാശിൻ്റെ മേലെയുടെ ഒരു കണ്ണ്, അപ്പോൾ അത് അടച്ചു പോകുമായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, അപ്പോൾ ഗസ്റ്റായിട്ട് വന്നിട്ട് പാത്രം കഴുകുന്നതൊക്കെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ലാലേട്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അഭിലാഷിനോടും അക്ബറിനോടും പറഞ്ഞു, അഭിലാഷ് നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്, ഹോട്ടൽ ടാസ്ക് ആയിട്ട് തന്നെ കണ്ടിട്ടാണ് ചെയ്തത്, പിന്നെ ചില അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങാനേ വേണം, അത് ചോദിച്ചു വാങ്ങുന്നതൊക്കെ കണ്ട് അക്ബർ ആയാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ചോദിക്കുമ്പോൾ അത് തരണവർക്കും കൂടെ തോന്നണ്ടേ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെന്ന്, അത് തോന്നിക്കലാണല്ലോ നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നിവീനോട് ചോദിച്ചു. നിവീന് ഭയങ്കര വിഷമത്തിലിരിക്കുന്നു കേട്ടോ നിവീന്. കാരണം എന്താണെന്ന് വെച്ചാൽ നിവീൻ്റെ ഇഷ്യൂവിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ലല്ലോ. ഫസ്റ്റിന് ലാലേട്ടൻ നമ്മൾ ഓഡിയൻസിനോട് പറഞ്ഞു, ഞാൻ ചോദിക്കില്ല, ഒരേ ടൈപ്പ് പ്രശ്നങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിവീന് ഇതെന്താ ചോദിക്കാത്തത് എന്നുള്ള രീതിയിൽ നിവീന് ഭയങ്കര വിഷമത്തിലിരിക്കണം. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത്, എന്താണ് ഡോക്ടറായിട്ടൊക്കെ നന്നായി ചെയ്തോ നിവീൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരമാവധി ചെയ്തു ലാലേട്ടൻ, പിന്നെ തലയിൽ വേറെ കുറേ കാര്യങ്ങൾ കിടക്കണമുണ്ട്, കുറേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ, എന്തിനാണ് പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്, പഴയതല്ലേ, പാസ്റ്റിന് പാസ്റ്റായിട്ട് വിടൂ, ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരൂ, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കൂ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ നിവീനോട് പറഞ്ഞു. പിന്നെ ജിസൈലിനോട് ചോദിച്ചു, എന്താണ് തോക്കൊക്കെ കളഞ്ഞു പോയോ, ഒരു മിലിറ്ററിക്കാരൻ്റെ ശരീരത്തോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ് തോക്ക്, അതുപോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ പോയോ ചോദിച്ചപ്പോൾ, അത് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ പറഞ്ഞപ്പോൾ അത് കുഴക്കാൻ പോയതാണ് ലാലേട്ടൻ ജിസൈൽ പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയാം, അതെന്തിനാണ് സെക്യൂരിറ്റി പണി ചെയ്തില്ല എന്നിട്ട് ചപ്പാത്തി മാവ് കുഴക്കാൻ പറഞ്ഞതാണോ, ഒരു തോക്ക് ശ്രദ്ധിക്കേണ്ടേ? അപ്പോൾ പിന്നെ ജിസയിൽ പാട്ട് പാടിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ചെയ്തത്. പിന്നെ ലാലേട്ടൻ പറഞ്ഞത് അനീഷ് ഷാനവാസിൻ്റെ ഐ ലവ് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ കാര്യം വളരെ നന്നായിട്ടുണ്ടായിരുന്നു, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഷാനവാസ് ഞാൻ പറയിച്ചു അവനൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതവിടെ പറയിപ്പിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പിന്നീനോട് ചോദിച്ചു, മെയിൻ ഷെഫായിട്ട് പോലും അസിസ്റ്റൻറ്റ് ഷെഫ് പറഞ്ഞത് കേട്ടില്ലയോ, അവർ സ്വയമാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ അതേ ഷെഫിന്, അതായത് ഓണിയലിന് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഓണിയൽ എന്നെ കടന്ന് ചെയ്യുകയായിരുന്നു, എന്നോട് ചോദിക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമായിട്ട് പോയി എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു. പിന്നെ റെന ഫാത്തിമനോട് ചോദിച്ചത്, യൂണിഫോം പോലും ഇടാൻ മടിയായിരുന്നല്ലോ, ഡ്രസ്സ് പോലും കറക്റ്റായി ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞപ്പോൾ റെന പറഞ്ഞു, അത് പിന്നെ ലാലേട്ട ഞാൻ എത്ര തന്നെ എഫേർട്ട് എടുത്ത് ചെയ്താലും ഇപ്പം ഞാൻ പറയുന്നുണ്ട് അവർ പണിയെടുക്കാണ്ടാണ്, പക്ഷേ ഞാനത് പറയാണ്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റാർ ഒന്നും തന്നിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാൻ എന്തിനും വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്ന് കരുതിയിട്ടാണ് അതൊന്നും ഇടാതിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചത്, ഫുഡ്
കുക്കിങ്ങിൽ ഗസ്റ്റ് വന്നപ്പോൾ കുക്കിങ്ങിൽ ഫുഡൊക്കെ നന്നായി കൊടുത്തോ, നോൺ വെജൊക്കെ കറക്റ്റായി കൊടുത്തോ എന്ന് പറയുമ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അത് പിന്നെ ലാലേട്ടൻ ഞാൻ വെജ് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, നോൺ വെജ് ചെയ്യാൻ വേറൊരു കുക്ക് ഉണ്ടല്ലോ, അതെന്താണ് ഒരു ഹോട്ടലിൽ വരുമ്പോൾ നിങ്ങളൊരു കുക്കായിട്ടിരിക്കുമ്പോൾ നോൺ വെജ് വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കണ്ടേ, അതല്ലേ നിങ്ങളുടെ ഒരു കടമ എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർ കൂടുതൽ വാങ്ങിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഷാനവാസും ജിസിലായിരുന്നു. അവരെ കൺഗ്രാറ്റ്സ് ചെയ്ത് സ്റ്റാർ കുറച്ച് വാങ്ങിച്ചവരെ വിളിച്ചിട്ട് പറഞ്ഞു സാബുമോൻ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ 5 മിനിറ്റിൽ ഫുഡൊക്കെ കഴിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, എന്നാലും നന്നായി ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സാബുമോനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ലാലേട്ടൻ മൊത്തത്തിൽ പറഞ്ഞു ഒരു ടാസ്ക് തരുമ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ ഫണ്ണ് രീതിയിൽ കാണുകയും ഫണ്ണ് രീതിയിൽ മറുപടി ചെയ്യുക തന്നെ ചെയ്യണം, അല്ലാതെ അതിനെ പേഴ്സണൽ രീതിയിലേക്ക് എടുത്തിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ ജയിലിൽ കിടന്ന കാര്യം ചോദിച്ചു. ജയിലിൽ കിടന്നത് റന ഫാത്തിമാനോടും ഷാനവാസിനോടും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, കത്തൊക്കെ എഴുതിയോ, പ്രേമലേഖനമൊക്കെ എഴുതിയോ, ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോ, എന്നിട്ട് അവരെഴുതിയ പ്രേമലേഖനത്തിൽ നിന്ന് ഓരോന്നും നല്ലതെടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പ്രേമലേഖനം വായിച്ചു. അതിനുശേഷം ലാലേട്ടൻ എഴുതിയ പ്രേമലേഖനം, അതിനുശേഷം പിന്നെ ആരൊക്കെ പ്രേമലേഖനം എഴുതിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരോടും ചോദിക്കുമായിരുന്നു. പിന്നെ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഇവിടുത്തെ സ്പൈക്കുട്ടന് എന്ത് പറ്റിയെന്ന് അറിയോ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അറിയില്ല എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ട സ്പൈക്കുട്ടന് ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ്, സ്പൈക്കുട്ടന് അതിനകത്തേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്പൈക്കുട്ടന് വരാൻ കഴിഞ്ഞില്ല, പകരം വേറൊരു ഗസ്റ്റ് അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാച്ചീനെ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് എങ്ങനെ എറിഞ്ഞ് അങ്ങോട്ടിട്ടോ അതേപോലെ എറിഞ്ഞ് ഇങ്ങോട്ട് പ്ലാച്ചി 2.0 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിമോൾക്ക് പ്ലാച്ചിനെ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇത് പ്രതീക്ഷിച്ച കാര്യം തന്നെ, പ്ലാച്ചിനെ തിരിച്ച് കിട്ടുമെന്ന് ലാലേട്ടൻ കൊടുക്കും എന്ന് വിചാരിച്ച കാര്യം തന്നെയാണ്. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അലിമോളുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കണം എന്താണ് ആദ്യത്തെ പോലെ അതിനോട് സ്നേഹമൊന്നുമില്ല, എന്താ മിണ്ടാതിരിക്കണേ, തന്ന എന്നോടും സ്നേഹമല്ലേ എന്നുള്ള എല്ലാവരും ആ സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അനിമോള്. അതിനുശേഷം പിന്നെ നോമിനേഷനിലുള്ള എല്ലാവരോടും എണീച്ച് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നോമിനേഷനിൽ വന്നതിനെക്കുറിച്ചും എന്താണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് നിവിനെയും നൂറനെയും സേഫാക്കി. എന്നിട്ട് പിന്നെ ലാലേട്ടൻ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞു ആരും ആരിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല, എല്ലാവരും ഓരോ വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഒരു ഗെയിം തരുമ്പോൾ ഗെയിമിനെ ഗെയിമിൻ്റെ രീതിയിൽ എടുക്കാണ്ട് നിങ്ങളൊക്കെ വ്യക്തിപരമായിട്ടാണ് എടുക്കുന്നത്. ഇനി മുതൽ അങ്ങനത്തെ ഒരു കാർഡ് ഇവിടെ വേണ്ട, അതിനെ ഞാൻ വലിച്ചു കീറുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി എല്ലാവരും ഗെയിം കളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോയത്. ലാലേട്ടൻ പോയതിന് ശേഷം ബിന്നി നിവിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇനി മുതൽ അത് വേണ്ട എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊക്കെ ബിന്നി നിവിന് വിഷമമുണ്ട്, നിവിൻ്റെ കാര്യം ചോദിക്കാത്തതിലുള്ള വിഷമത്തിലാണ്, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ഒരു വിഷമം നിവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അത് ബിന്നി പറഞ്ഞ് മനസ്സിലാക്കുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ അവരുടെ ഇഷ്യൂസിനെ കുറിച്ചൊന്നും അത് നമുക്കറിയാലോ, എപ്പോഴും ഒരേ ഇഷ്യൂസാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തികൾ മാറുക എന്നല്ലാണ്ട് സംഭവം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും അടുത്ത വീക്കെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റിവ്യൂ, ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. സോ എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.